നോമ്പുകാല ധ്യാനം 11-ാം ദിവസം. വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമായ നോമ്പുകാലത്ത് വിശുദ്ധി വീണ്ടെടുക്കാൻ അനിവാര്യമായ ഒന്നാണ് കരുണയുടെ കരത്തിൻ കീഴിൽ ആശ്രയിക്കുക എന്നുള്ളത്. മനുഷ്യർക്ക് മാത്രം ഇടം നൽകിയ ഒരു കരവുമോ നെഞ്ചോ ആയിരുന്നില്ല ക്രിസ്തുവിൻ്റേത്. നല്ലിടയൻ്റെ ചിത്രം ഏറെ പേർക്ക് ആകർഷകമാകുന്നത് അവൻ്റെ കയ്യിൽ ഒരു കുഞ്ഞാട് പുഞ്ചിരിക്കുന്നത് കൊണ്ടുകൂടിയാണ്. മുൾപ്പടർപ്പിൽ കുടുങ്ങിപ്പോയതും കാലൊടിഞ്ഞതും ഈ കുഞ്ഞാടിൻ്റേതായിരുന്നു. വഴിതെറ്റിയ കുഞ്ഞാടിനെ തൻ്റെ മൃദുലമായ നെഞ്ചിൽ ചേർത്ത് ചുംബിച്ചതും ഉയിരിൻ്റെ നദി ഒഴുക്കിയതും ക്രിസ്തു തന്നെയാണ്. എത്ര സന്ദർഭങ്ങളിലാണ് കുഞ്ഞാടിനെ എന്ന പോലെ അവൻ എന്നെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. ഈ ലോകത്തിൻ്റെ കൗതുകങ്ങളുടെ പിന്നാലെ പോയി ഏതെല്ലാം മുൾച്ചെടികൾക്കിടയിൽ ഉടക്കിക്കിടന്നിരുന്ന കുഞ്ഞാടായിരുന്നു ഞാൻ പലപ്പോഴും. ലോകത്തിൻ്റെ കൗതുകങ്ങളൊക്കെ എനിക്കായി ഒരുക്കി വച്ചിരുന്ന കെണികളായിരുന്നുവെന്ന തിരിച്ചറിവ് വളരെ വൈകിയാണ് ഉണ്ടായത്. അതുമുണ്ടായത് ഇടയൻ്റെ സ്വരത്തിന് കാതോർത്ത് കിടന്നപ്പോഴാണ്. മുൾച്ചെടിക്കാട്ടിൽ ഏങ്ങിക്കരയുന്ന എന്നെ നോക്കി 99നെയും വിട്ട് എനിക്കായി തിരിഞ്ഞു വന്ന നല്ല ഇടയനാണ് യേശു. എൻ്റെ അരികിലെത്തി ആ മുൾച്ചെടിക്കാട്ടിൽ നിന്ന് എന്നെ കോരിയെടുക്കുമ്പോൾ, നല്ലിടയ, നിൻ്റെ കൈകളിലെയും മേനിയിലും പോറലുകളേറെ വീഴുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. നിൻ്റെ കൈത്തണ്ടയിൽ രക്തം കിനിയുന്നതും അങ്ങനെ രക്തം വാർന്നു വീഴുമ്പോഴും എന്നെ ചങ്കോട് ചേർത്ത് പിടിച്ചതിൻ്റെ സ്നേഹമാണ് കാൽവരി കുരിശിലും ഞാൻ കണ്ടത്. എന്നെ ചങ്കോട് ചേർത്തതുകൊണ്ടാണ് നിൻ്റെ കുരിശിൽ നിന്ന് നിനക്ക് രക്തമൊഴുക്കേണ്ടി വന്നത്. അവിടെ ഇറ്റുവീണ രക്തമൊക്കെയും നീ എന്നെ ചേർത്ത് പിടിച്ചതിൻ്റെ തുടർച്ചയാണെന്ന് ഞാൻ അറിയുന്നു. ലോകത്തിൻ്റെ പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോഴും എനിക്ക് വേണ്ടി രക്തം വാർന്നൊഴുകുന്ന നിൻ്റെ ചങ്കോട് ചേർന്നിരിക്കാൻ, നെറ്റിത്തടത്തിൽ നിൻ്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി എൻ്റെ ചിന്തകളെ വിശുദ്ധിയിലേക്ക് വീണ്ടെടുക്കാൻ നല്ലിടയ എന്നെ മാറോട് ചേർക്കണമേ, എൻ്റെ മൂർധാവിൽ ചുംബിക്കണമേ.